ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിമ്പിൾ ടേസ് മലയാളം. അപ്പോൾ ഇന്നത്തെ ലുക്ക് കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും, ഓണം മേക്കപ്പ് ലുക്കാണ്. അപ്പം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വക ഓണാശംസകൾ. അപ്പോൾ ഇന്ന് വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതാണ് ഫൈനൽ ലുക്ക്. ഒരു നാച്ചുറൽ ലുക്കാണ് ചെയ്തത്. അപ്പോൾ എന്താ പറയുക, മിക്ക ആൾക്കാർക്കും ഇങ്ങനെ പുട്ടിയടിച്ചിട്ടുള്ള അതുപോലെ ഒന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒരു നാച്ചുറൽ ലുക്കാണ്. പിന്നെ കുറേ പേരെന്നോട് നേരത്തെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അതിന് ഇത്രയും സമയം എടുത്തു ആക്ച്വലി ഓണം ആവേണ്ടി വന്നു ആ ഒരു മേക്കപ്പ് ലുക്ക് കാണിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ ഇതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. സോ നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ബയോട്ടിക്കിൻ്റെ മോയ്സ്ചറൈസറാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് മസ്റ്റാണ്, കാരണം നമ്മുടെ ഫേസിന് ആ ഒരു ഗ്ലോ ഫിനിഷൊക്കെ വരണമെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ മേക്കപ്പ് ചെയ്യണതിന് മുമ്പ് മിക്കവരും നോർമലി ഇതായിട്ട് ചെയ്യണം. പക്ഷേ ഒന്ന് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മളൊരു ക്ലീനപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫിനിഷാണ് മുഖത്തിന് കിട്ടുന്നത്. സോ നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും ക്ലീനപ്പ് ചെയ്യാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം ഞാനൊന്ന് ലിപ്പ് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബയോട്ടിക്കിൻ്റെ ഒരു ലിപ് ബാമാണിത്. അത് വെച്ചിട്ട് നമ്മൾ ചുണ്ടുകളൊന്ന് മോയ്സ്ചറൈസ് ചെയ്യണം കേട്ടോ. ആദ്യം മോയ്സ്ചറൈസർ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് നന്നായിട്ട് പിടിക്കും. അപ്പോൾ ലിപ്സ്റ്റിക് ഇടുമ്പോൾ നല്ലൊരു ഇഫക്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ ലിപ് ബാം വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് കൺസീലറാണ്. കൺസീലർ മേബ്ലൈൻ്റെ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ കണ്ണിന് അടിയിലും മേളിലും ഒക്കെ ഇങ്ങനെ വട്ടത്തിൽ കറുത്ത പാടുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ഈ കൺസീലർ നല്ലതാണ്. അപ്പോൾ ഈ സൈഡിലൊക്കെ എവിടേക്കാണോ നിങ്ങൾക്ക് ഒരു ഡിസ്കളറേഷൻ ഉള്ളത് അവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് ചുണ്ടിൻ്റെ സൈഡിലും ഈ താടിയിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതൊന്ന് നല്ലതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് ഇട്ട് തുടയ്ക്കരുത്. നമ്മൾ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ എന്തായാലും പറയാം, ഇങ്ങനെ ഇതായിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാണ് നല്ലത്, ഇങ്ങനെ തുടയ്ക്കുന്നതിനെക്കാട്ടി. ഇപ്പോൾ കൺസീലർ ഇല്ലെങ്കിൽ നിങ്ങൾ ഫൗണ്ടേഷൻ ആദ്യം കുറച്ച് എടുത്തിട്ട് ആ ഒരു ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അത് ഉണങ്ങി കഴിയുമ്പോൾ പിന്നെ അടുത്ത ലെയർ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒന്ന് പാച്ച് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ കൺസീലർ ഇല്ലാത്തവർ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് കൺസിലർ ചെയ്തിട്ട് ഇതാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ആ ഒരു കളർ വേരിയേഷൻ അറിയാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഫൗണ്ടേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേബ്ലൈൻ്റെ ഫിറ്റ് മീ ഒരു മാറ്റ് ഫിനിഷ് ഇതായിട്ടുള്ള ഫൗണ്ടേഷനാണ്. എനിക്കൊരു നാച്ചുറൽ ലുക്കിന് വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ ഇത്. നല്ല ഒരു നാച്ചുറൽ ലുക്കാണ് ഇത് തരുന്നത്. അപ്പോൾ ഞാൻ ഈ ഡോട്ട്സ് ആയിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ബ്രഷ് വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ നോർമലി എനിക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ഡോട്ട്സ് ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു സ്പഞ്ച് എടുത്ത് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ആ ഒരു ഫിനിഷ് നല്ല ഒരു ഇത് വരുന്നത്. അപ്പോൾ ഒരു സ്പഞ്ച് എടുത്തിട്ടുണ്ട്. ആ സ്പഞ്ച് വെച്ചിട്ട് നന്നായിട്ട് ഇതായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. തുടയ്ക്കരുത്. തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫിനിഷേ പോവുള്ളൂ. ഒരു മാറ്റ് ഫിനിഷ് നിങ്ങൾക്ക് ആ ലുക്ക് വരണമെങ്കിൽ എപ്പോഴും ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ. അപ്പോൾ കഴുത്തിലും അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഓൾമോസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ആ ഒരു എനിക്ക് തോന്നുന്നത് ഫൗണ്ടേഷൻ ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ലുക്ക് തന്നെ മാറും കേട്ടോ. നല്ല ഒരു ഭംഗി വരും. പിന്നെ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ആക്ച്വലി ഇത് ഐബ്രോ പെൻസിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നോർമൽ എനിക്ക് തോന്നുന്നത് 25-30 റുപ്പീസിൻ്റെ എന്തോ ഒരു ഐബ്രോ പെൻസിലാണ്. പക്ഷേ ഇത്ര നല്ലതാണ്, ഒരു ആർട്ടിഫിഷ്യൽ ലുക്കേ തോന്നില്ല കേട്ടോ. നല്ല ഒരു ഫിനിഷാണ് ഇത് വെച്ചിട്ട് വരയ്ക്കുന്നത്. സോ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഐബ്രോ പെൻസിൽ. അപ്പോൾ ഇനി അടുത്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ഷാഡോ ആണ്. ഇതും മേബ്ലൈൻ്റെ തന്നെയാണ്, ഒരു മിനി പാലറ്റാണ്. അപ്പോൾ ഞാൻ നാച്ചുറൽ ലുക്കിന് വേണ്ടിയിട്ട് എപ്പോഴും ചെയ്യുമ്പം ഒരു പിങ്കിഷ് കളറിലുള്ള ഐ ഷാഡോ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. വേറെ കളേഴ്സ് ഒന്നും ചെയ്യില്ല. ഇപ്പോൾ ബ്ലൗസിനൊക്കെ മാച്ച് ആയിട്ടുള്ളതൊക്കെ ഇടാം. പക്ഷേ ഞാൻ എടുത്തത് ആ ഒരു പിങ്കിഷ് കളറിലുള്ളതാണ്. കാരണം ഒരു നാച്ചുറൽ ലുക്ക് ആകുമ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് കളറൊക്കെ വാരി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ പോലെ തോന്നും. എനിക്കങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും ന്യൂഡ് കളേഴ്സാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ലൈറ്റ് പിങ്കിഷ് ഒരു ബ്രൗൺ കളർ എന്ന് ഞാൻ കാണിച്ചിട്ടുള്ളൂ ആദ്യം, ആ ഒരു കളറാണ്. അത് മാത്രമേ അപ്ലൈ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് ഐലൈനർ അപ്ലൈ ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് വരി ഇങ്ങനെ താഴെ കോർണറിലായിട്ടൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഒരുമാതിരി ഇങ്ങനെ ഡാൻസിനൊക്കെ പോകുന്ന ആ ഒരു ലുക്ക് കിട്ടും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാറില്ല. ഡാസ്ലറിൻ്റെ ഐലൈനറാണ് വരയ്ക്കുന്നത്. അതുപോലെ ഐലൈനറും ഞാൻ ഒരുപാട് വിങ്സ് ഒന്നും ഇട്ടിട്ട് ചെയ്യാറില്ല കേട്ടോ. നോർമൽ ഒരു ഇതിലാണ് ഐലൈനർ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ എന്താ പറയുക, വലിയ രീതിയിൽ ഇത് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര വൃത്തികേടാണ്. എൻ്റെ ഫേസിൻ്റെ ഷേപ്പിന് വൃത്തികേടാണ്. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഐലൈനർ എഴുതാം കേട്ടോ. അത് മാത്രമല്ല ഞാൻ ഒരുപാട് എക്സ്പെർട്ടൊന്നും അല്ല ആക്ച്വലി ഐലൈനർ എഴുതുന്നതിന്. അപ്പോൾ ഓൾമോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു വിങ്സ് ഒക്കെ ഇടും. അപ്പം ആ ഒരു കണ്ണ് വലുതായിട്ട് തോന്നും. പക്ഷേ എനിക്ക് അങ്ങനെ ഒത്തിരി വിങ്സ് ഒന്നും ഇട്ട് വരയ്ക്കുന്നത് അതേ ഇഷ്ടമില്ല. പിന്നെ ഇതൊരു ഇതാണ് മേബ്ലൈൻ്റെ ജെൽ കാജലാണ്. അത് ലൈറ്റായിട്ട് മാത്രമേ ഞാൻ താഴെ അപ്ലൈ ചെയ്യാറുള്ളൂ, വളരെ ലൈറ്റായിട്ട്. കാരണം ഒരുപാട് സ്മോക്കി പോലെയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഭയങ്കര ഭീകരമായിട്ട് തോന്നും എൻ്റെ കണ്ണ് കണ്ടു കഴിഞ്ഞാൽ. സോ അതുകൊണ്ട് അതെനിക്ക് സൂട്ടാവാത്തതുകൊണ്ട്
വളരെ ലൈറ്റായിട്ട് ആ വാട്ടർ ലൈൻ മാത്രമാണ് ഞാനൊന്ന് വരയ്ക്കുന്നത്. അപ്പോൾ അതാണിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2 വാട്ടർ ലൈനും ഒന്ന് ജസ്റ്റ് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആക്ച്വലി ഈ കോമ്പാക്റ്റ് പൗഡർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫുള്ളായിട്ട് ഇടില്ല കേട്ടോ. കോമ്പാക്റ്റ് ഞാൻ എപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വരച്ച് കഴിഞ്ഞതിന് ശേഷം എവിടേക്കാണോ എനിക്ക് ഓയിൽ വരുന്നത്, ആ ഓയിലായിട്ട് എണ്ണമായി ഉള്ളത് അവിടെ മാത്രമാണ് ഞാൻ ഈ കോമ്പാക്റ്റ് പൗഡർ അപ്ലൈ ചെയ്യുന്നത്. ഇത് മേബ്ലൈൻ്റെ തന്നെ കോമ്പാക്റ്റ് പൗഡറാണ്. അല്ലാണ്ട് മുഖം മുഴുവൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഗ്ലോ ഫിനിഷ് പോകും കേട്ടോ. പിന്നെ ഹൈലൈറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് ഈ ചീക്സ് എങ്ങനെയാണ് ചേച്ചി ഇങ്ങനെ ഗ്ലോ വരുത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് എടുക്കരുത്, വളരെ ചെറുതായിട്ട് എടുത്തിട്ടൊന്ന് ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ ആ ചീക്സിലും അതുപോലെ മൂക്കിലും പിന്നെ നമ്മളുടെ ഫോർഹെഡില്ലേ നെറ്റിയുടെ ആ ഭാഗത്തും ഈ ചിന്നിൻ്റെ ഭാഗത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ലുക്കാണ്. പക്ഷെ പറയൂല കേട്ടോ, പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഇങ്ങനെ ഭയങ്കരമായിട്ട് തിളങ്ങുന്നത് പോലെ ഒന്നും തോന്നില്ല. ഇത് മേബ്ലൈൻ്റെ തന്നെ ഇതാണ് കേട്ടോ, ഹൈലൈറ്ററാണ്. സോ അപ്പോൾ ഹൈലൈറ്ററും ഇട്ടു. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ലിപ് ബാം ഓൾറെഡി ഇട്ടിട്ടുള്ളത് കൊണ്ട് ആ ഡ്രൈനെസ് ഒക്കെ മാറി നല്ല ഇതായിട്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് മതി കേട്ടോ. ആ ഒരു നാച്ചുറൽ ലുക്കും കൂടെ ആയതുകൊണ്ട് കളർ ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ കുറച്ച് മാത്രം അപ്ലൈ ചെയ്താൽ മതി. പിന്നെ ഈ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പേ ആ കണ്ണ് എഴുതിയിട്ടുണ്ടായിരുന്നില്ല ജെല്ല് വെച്ചിട്ട്, ആ ഒരു ഇതുകൊണ്ട് തന്നെ ബ്രഷ് കൊണ്ട് തന്നെ ഞാൻ ആ ഒരു ബോർഡർ ഒന്ന് ഇത് ചെയ്യും. എന്നിട്ട് ജസ്റ്റ് നമ്മളൊന്ന് ചുണ്ടൊന്ന് ഇത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കളറും കൂടെ ബ്ലെൻഡായിട്ട് ഒരു അടിപൊളി ലുക്കായിരിക്കും. നാച്ചുറൽ ഒരു ലിപ്സിൻ്റെ ബ്ലാക്കിഷ് ആൻഡ് മെറൂൺ ആ ഒരു ലുക്കായിരിക്കും. ഇപ്പോൾ ബ്ലൂ കളറിൻ്റെ ഒരു പൊട്ടും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റിംഗ് സ്പ്രേ അടിക്കാം കേട്ടോ. ആക്ച്വലി ഞാനത് വിട്ടുപോയതാണ്. പിന്നെ ഈ മുല്ലപ്പൂവും മാലയൊക്കെ ഇട്ടിട്ട് ഫൈനൽ ലുക്ക് ഞാൻ കാണിക്കാം. അപ്പോൾ ഇത്രയാണ് ചെയ്യുന്നത്. സെറ്റിംഗ് സ്പ്രേ അടിക്കാണ്ട് മറക്കാണ്ടിരിക്കുക. പിന്നെ ചന്ദനം ഒന്ന് ചെറുതായിട്ട് തൊടാം കേട്ടോ.